ഒരു ജനറൽ എസ്സേ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു എസ്സേ ആണ്. പബ്ലിക് എക്സാമിന് ചോദിക്കും. എപ്പോഴും നമുക്ക് ആവശ്യമുള്ള എസ്സേ ആണ്. ദ നീഡ് ഫോർ പ്രൊട്ടക്ടിങ് ദ എൻവയോൺമെൻറ്റ് എന്നുള്ള എസ്സേ. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണിത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ട് പഠിക്കുക. സിമ്പിളായിട്ട് കുറച്ച് പോയിന്റ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. ദ എർത്ത് ഈസ് അവർ മദർ, ഭൂമി നമ്മുടെ അമ്മയാണ്. എ ലോട്ട് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ലിവ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ സർഫസിൽ ഒരുപാട് ആനിമൽസും പ്ലാന്റ്സും ജീവിക്കുന്നുണ്ട്. ആൻഡ് ഓൾ ഹാവ് ഈക്വൽ റൈറ്റ്സ് ഓൺ ദി എർത്ത്. എല്ലാത്തിനും ഭൂമിയുടെ മണ്ടയ്ക്ക് ഈക്വൽ റൈറ്റ്സ് ആണ്, ഒരേ അവകാശമാണ്, തുല്യ അവകാശമാണുള്ളത്. ദ എർത്ത് ഈസ് അവർ മദർ, എ ലോട്ട് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലിവ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. ഓൾ ഹാവ് ഈക്വൽ റൈറ്റ്സ് ഓൺ ദി എർത്ത്. സിമ്പിൾ സെൻറ്റൻസ് അല്ലേ? ദി എർത്ത് ഈസ് അവർ മദർ, എ ലോട്ട് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ലിവ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് and all have equal rights. God created man in his own image. There is a mistake. God എന്നുള്ളതിൻ്റെ എച്ച് ക്യാപിറ്റൽ. God created man in his own image. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ അതേ ഇമേജിലാണ്, അതേ രൂപത്തിലാണ്. And made him the master of the earth. എന്നിട്ട് മനുഷ്യനെ എർത്തിൻ്റെ മാസ്റ്ററാക്കി. എന്തായിരുന്നു ഗോഡിൻ്റെ പ്ലാൻ? ഗോഡ്സ് ഇൻറ്റൻഷൻ വാസ് ദാറ്റ് മാൻ ഷുഡ് പ്രൊട്ടക്ട് ദി എൻവയോൺമെൻറ്റ്. മനുഷ്യൻ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും ആൻഡ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ ആനിമൽസ് ലിവിങ് ഇൻ ഇറ്റ്. അതിൽ ജീവിക്കുന്ന മറ്റു ജീവജാലങ്ങളെ ടേക്ക് കെയർ ചെയ്യണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് മെയ്ഡ് ഹിം ദ മാസ്റ്റർ ഓഫ് ദി എർത്ത്. God's intention was that man should protect the environment and the other animals living on it. But what happens? Instead of doing his duty, തൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നതിന് പകരം he is destroying the habitat of other animals. മറ്റ് ആനിമൽസിൻ്റെ ഹാബിറ്റാറ്റ്, വാസസ്ഥലം നശിപ്പിക്കുന്നു. and is plundering the resources. എന്നിട്ട് റിസോഴ്സുകളെ പ്ലണ്ടർ ചെയ്യുന്നു. പ്ലണ്ടർ എന്ന് വെച്ചാൽ കൊള്ളയടിക്കുക. God created man in his own image and made him the master of the earth. God's plan was that man should protect the environment and the other animals and plants living on the surface of it. But instead of doing his duty, he is plundering the resources and destroying the habitat of other animals. Man is denying right to other animals to live peacefully on the earth. മറ്റ് ജീവജാലങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം മനുഷ്യൻ ഡിനൈ ചെയ്യുകയാണ്. നോക്കിക്കേ, God created man in his own image and made him the master of the earth. God's intention was that man should protect the environment and the other living things in it. Instead of doing his duty, he is destroying the habitat of other animals and is plundering the resources. And he is denying the right of other animals to live peacefully on the earth. Connected idea. ആദ്യത്തേത് നോക്കുക. The earth is our mother. A lot of animals and plants live on the surface of the earth. All have equal rights on the earth. God has created man in his own image and made him the master of the earth. God's plan was that man should protect the environment and the other living beings in it. Instead of doing his duty, he is destroying the habitat of other animals and is plundering the resources. He is denying equal rights of other animals to live on the earth. The right of other animals to live on the earth. നോക്കുക, വി കനോട്ട് സർവൈവ് എ മിനിറ്റ് വിതൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ ഒരു നിമിഷം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ബട്ട് വി ആർ പൊല്യൂട്ടിങ് ഇറ്റ്. നമ്മളത് പൊല്യൂട്ട് ചെയ്യുകയാണ്. വി ആർ പൊല്യൂട്ടിങ് ദി എയർ. നമ്മൾ എയറിനെ പൊല്യൂട്ട് ചെയ്യുകയാണ്. വി കാൺ സർവൈവ് എ മിനിറ്റ് വിതൗട്ട് ഓക്സിജൻ ബട്ട് വി ആർ പൊല്യൂട്ടിങ് ദി എയർ. വി കാൺ ലിവ് എ ഡേ. ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല വിതൗട്ട് വാട്ടർ. വെള്ളമില്ലാതെ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബട്ട് വി ആർ കണ്ടാമിനേറ്റിംഗ് ഇറ്റ്. നമ്മൾ ആ വെള്ളത്തെ കണ്ടാമിനേറ്റ് ചെയ്യണം, മാലിന്യപ്പെടുത്തുകയാണ്. മാൻ ഈസ് ഡിസ്ട്രോയിങ് ദ എർത്ത്. മനുഷ്യൻ എർത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ആൻഡ് ദ റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ. ഭാവിയിലേക്കുള്ള റിസോഴ്സുകളെ നശിപ്പിക്കുന്നു. ഇഫ് വി ഡു നോട്ട് ബിക്കം ജുഡീഷ്യസ് ഇൻ യൂസിങ് ദ റിസോഴ്സസ്, നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്യുന്നതിനകത്തിൽ ജുഡീഷ്യസ് ആയില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഇഫ് വി ഡു നോട്ട് കൺസിഡർ അതർ ആനിമൽസ്, നമ്മൾ മറ്റ് ജീവജാലങ്ങളെ കരുതിയില്ല എങ്കിൽ അവർ ലൈഫ് വുഡ് എൻഡ് അപ്പ് ഇൻ ഡേഞ്ചർ. നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും. ലുക്ക് അറ്റ് ദ തേർഡ് പോയിന്റ്. We can't survive a day without oxygen, but we are polluting the air. We can't live a day without water, but we are contaminating it. Man is destroying the earth and the resources for future. If we do not become judicious in using the resources and if we do not take care of other animals, our life will end up in danger. Once again,
We cannot survive a minute without oxygen, but we are polluting the air. We cannot live a day without water, but we are contaminating it. Man is destroying the habitat and the environment. If we do not become judicious in using the resources and in protecting other animals, our life would end up in danger. എന്തെളുപ്പമുള്ള ഐഡിയാസ് ആണല്ലേ. The earth is our mother. A lot of animals and plants live on the surface of the earth. All have equal rights on the earth. God created man in his own image and made him the master of the earth. God's plan was that man should protect the environment and the other living things in it. Instead of doing his duty, man is destroying the habitat of other animals and is plundering the resources. Man is denying the right of other animals to live peacefully on the earth. ഭൂമിയിൽ പീസ്ഫുള്ളായിട്ട് ജീവിക്കാനുള്ള മറ്റ് ജീവജാലങ്ങളുടെ റൈറ്റിനെ മനുഷ്യൻ നശിപ്പിക്കും. We cannot survive a day without oxygen, but we are polluting the air. We cannot live a day without water, but we are contaminating it. If we do not become judicious in using the resources and in protecting the other animals, our life will end up in danger. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഷോർട്ട് എസ്സേ ആണ്. എല്ലാവരും പഠിക്കുക, പഠിച്ചിട്ടേ പോകാവൂ. ഇതിനകത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാവുന്ന പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. ഓക്കെ. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്നുള്ള വങ്കാരിമാതയുടെ സ്പീച്ച്, നോബൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ചിൻ്റെ സമ്മറിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് ഏത് ആംഗിളിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് അതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. When a sapling is planted is a Nobel Prize acceptance speech made by Wangari Maathai. Wangari Maathaiയുടെ Nobel Prize acceptance speech ആണ് when a sapling is planted. She received the prize on behalf of the people of Kenya, Africa and of the whole world. കെനിയയിലെയും ആഫ്രിക്കയിലെയും ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളുടെയും പേരിലാണ് അവർ ആ സമ്മാനം സ്വീകരിക്കുന്നത്. എസ്പെഷ്യലി വിമൻ ആൻഡ് ദ ഗേൾ ചൈൽഡ്. പ്രത്യേകിച്ച് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഓർത്തുകൊണ്ടാണ് ആ പ്രൈസ് റിസീവ് ചെയ്യുന്നത്. Her inspiration came from her childhood experiences. വങ്കാരിമാതയുടെ നോബൽ പ്രൈസ് വാങ്ങുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ഇൻസ്പിറേഷൻ അവരുടെ കുട്ടിക്കാല അനുഭവങ്ങളിൽ നിന്നാണ് വന്നത്. She witnessed the changes happened around her over the years. തനിക്ക് ചുറ്റും നടന്ന ചേഞ്ചസിനെ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ തനിക്ക് ചുറ്റും നടന്ന ചേഞ്ചസിനെ വിറ്റ്നസ് ചെയ്ത ആളാണ് വങ്കാരിമാത. വിറ്റ്നസ്ഡ് എന്നാണ്. So let's look into it again. When a sapling is planted is a Nobel Prize acceptance speech made by Wangari Maathai. She received the prize on behalf of the people of Africa, of Kenya and of the whole world, and especially women and a girl child. Her inspiration came from her childhood experiences and she witnessed the changes that happened around her over the years. As she was growing up, വളർന്നു വരുന്ന സമയത്ത് she witnessed forests being cleared, കാടുകൾ വെട്ടിത്തെളിക്കുന്നു, and were replaced by commercial plantations. കാടിൻ്റെ സ്ഥാനത്ത് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്, നാണ്യവിളകൾ വെച്ച് പിടിപ്പിക്കുന്നത് അവർ കണ്ടു. കൊമേഴ്ഷ്യൽ ഫാമിംഗ് റീപ്ലേസ് ദ ഗ്രോയിങ് ഓഫ് ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സ്. വീട്ടിലേക്ക് ആവശ്യമായ ഫുഡ് ക്രോപ്സ് ഗ്രോ ചെയ്യുന്ന സ്ഥാനത്ത് കൊമേഴ്ഷ്യൽ ഫാമിങ് വളർന്ന് പന്തലിച്ചു. ഷീ ഐഡൻറ്റിഫൈഡ് ദാറ്റ് പീപ്പിൾ ദംസെൽസ് ഹാഡ് അണ്ടർമൈൻഡ് ദ ക്വാളിറ്റി ഓഫ് ദെയർ ലൈഫ്സ്. വങ്കാരിമാത റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, പീപ്പിൾ ദംസെൽസ്, ആളുകൾ തന്നെ, ഹാഡ് അണ്ടർമൈൻഡ് ദ ക്വാളിറ്റി ഓഫ് ദെയർ ലൈഫ്സ്, ആളുകൾ അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ അണ്ടർമൈൻ ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞു. So as she was growing up, she witnessed forests being cleared up and were replaced by commercial plantations. Commercial farming replaced the growing of household food crops. She identified that people themselves had undermined the quality of their lives. There was widespread destruction of the ecosystem. Ecosystemത്തിന്റെ widespread destruction. Deforestation, വനനശീകരണം, which led to climatic instability. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ക്ലൈമറ്റിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായി, പ്രകൃതിക്ക് ദോഷമുണ്ടായി. കണ്ടാമിനേഷൻ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ, മണ്ണും വെള്ളവും എല്ലാം കണ്ടാമിനേറ്റഡായി, പൊല്യൂട്ടഡായി. which led to excruciating poverty, മാരകമായ പട്ടിണി, excruciating poverty and subsequent riots. അതിനോടൊപ്പം തുടർന്ന് വന്ന റയറ്റ്, ലഹളകൾ, ഇതെല്ലാം പ്രശ്നമാണ്. ഹെൻസ് മാതേ അണ്ടർസ്റ്റുഡ് ദാറ്റ്, മാതയ്ക്ക് മനസ്സിലായി ട്രീ പ്ലാന്റിങ് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം. ഈ പ്രശ്നത്തിനുള്ള പ്രധാന പരിഹാരം ട്രീ പ്ലാന്റിംഗ് ആണ്. ഹെൻസ് ഷീ സ്റ്റാർട്ടഡ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഇൻ 1977. അതുകൊണ്ട് 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. നോക്കിക്കേ, ദെയർ വാസ് വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഇക്കോസിസ്റ്റം, deforestation which led to climatic instability and contamination of the soil and water, and all these led to excruciating poverty and subsequent riots. Hence Maathai understood that tree planting is the best solution for this problem. She started the Green Belt movement in 1977.
It started functioning with the aim of addressing the basic needs of women. സ്ത്രീകളുടെ ബേസിക് നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് വിത്ത് ദ എയിം ഓഫ് അഡ്രസ്സിങ് ദ ബേസിക് നീഡ്സ് ഓഫ് വിമൻ. എന്തൊക്കെയാണ് സ്ത്രീകളുടെ ബേസിക് നീഡ്സ്? ഫയർവുഡ്, വിറക്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ശുദ്ധജലം, ബാലൻസ്ഡ് ഡയറ്റ്, പോഷകാഹാരം, ഷെൽട്ടർ, താമസിക്കാനുള്ള സ്ഥലം, ആൻഡ് ഇൻകം ടു സസ്റ്റെയിൻ ദ ഫാമിലീസിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഇൻകം. സോ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ എയിം ഓഫ് addressing the basic needs of women like firewood, clean drinking water, balanced diet, shelter, income to sustain their families. Why? Because women were the first to become aware of environmental damage. Environmental damage ne patti ആദ്യമായിട്ട് aware ആവുന്നത് സ്ത്രീകളാണ്. Because they took major responsibility in tilling the land and feeding the families. ലാൻഡ് ടില്ല് ചെയ്യുക, ലാൻഡ് കിളയ്ക്കുന്നതിലും ഫാമിലീസിനെ ഫീഡ് ചെയ്യുന്നതിലും പ്രധാനപ്പെട്ട റോൾ എടുത്തിരുന്ന സ്ത്രീകളായതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റൽ ഡാമേജിനെ പറ്റി ആദ്യം തിരിച്ചറിയുക സ്ത്രീകൾ തന്നെയാണ്. നോക്കിക്കേ, ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് വിത്ത് ദ എയിം ഓഫ് അഡ്രസ്സിങ് ദ ബേസിക് നീഡ്സ് ഓഫ് വിമൻ ലൈക്ക് ഫയർവുഡ്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ബാലൻസ്ഡ് ഡയറ്റ്, ഷെൽട്ടർ ആൻഡ് ഇൻകം ടു സസ്റ്റെയിൻ ദെയർ ഫാമിലീസ്. Women were the first to become aware of environmental damage because they took major responsibility in tilling the land and feeding their families. Under the leadership of Green Belt movement നേതൃത്വത്തിൽ മാസീവ് ട്രീ പ്ലാന്റിംഗ് വാസ് ഡൺ. വളരെയധികം മരം നട്ടുപിടിപ്പിച്ചു. മാസീവ് ട്രീ പ്ലാന്റിംഗ് നടന്നു. ദേ ഓൾമോസ്റ്റ് പ്ലാന്റഡ് ഓവർ 30 million ട്രീസ്. 3 കോടി മരങ്ങൾക്ക് മേൽ അവർ നട്ടുപിടിപ്പിച്ചു. ആൻഡ് ഹെൻസ് ദ പ്രോബ്ലംസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയുടെ പ്രശ്നം, ബാലൻസ്ഡ് ഡയറ്റ്, പോഷകാഹാരത്തിൻ്റെ പ്രശ്നം, ഇൻകം, വരുമാനത്തിൻ്റെ പ്രശ്നം, ആൻഡ് ഷെൽട്ടർ വാസ് സോൾവ്. ഷെൽട്ടറിൻ്റെ പ്രശ്നം ഇതെല്ലാം സോൾവ് ചെയ്തു. സോ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് മാസീവ് ട്രീ പ്ലാന്റിംഗ് വാസ് ഡൺ. ദേ ഓൾമോസ്റ്റ് പ്ലാന്റഡ് ഓവർ 30 million ട്രീസ് and hence the problems of unemployment, balanced diet, income and shelter was solved. The Green Belt movement identified that tree planting activities would not be possible if there was no democratic space. Democratic space illa engil tree planting activity nadakathilennu Green Belt movement identify chedu. The Green Belt movement identified that tree planting activities would not be possible if there was no democratic space. Democratic space illa engil tree planting activities nadakilla ennu thirichariഞ്ഞു. So Green Belt movement started addressing the issues of democracy and peace. അങ്ങനെ ഡെമോക്രാറ്റിക് സ്പേസ് വേണ്ടതുകൊണ്ട് ഡെമോക്രസിയുടെയും പീസിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിഷയങ്ങളിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഇടപെട്ട് തുടങ്ങി. സോ ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് ട്രീ പ്ലാന്റിംഗ് ആക്ടിവിറ്റീസ് വിൽ നോട്ട് ബി പോസിബിൾ if there is no democratic space. So it started addressing the issues of democracy and peace. Soon the tree became the symbol of peace and conflict resolution. അങ്ങനെ ട്രീ എന്ന് പറയുന്നത്, മരം എന്ന് പറയുന്നത് പീസ്, സമാധാനത്തിൻ്റെയും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, പ്രശ്നപരിഹാരത്തിൻ്റെ അടയാളമായി മാറി. ട്രീ became the symbol of peace and conflict resolution. The people gradually identified that they were being cheated by the international trade. International trade തങ്ങളെ വഞ്ചിക്കുകയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. And they started supporting the movement. അവരൊക്കെയും ഈ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തു. So the Green Belt movement started addressing the issues of democracy and peace. There should be a sustainable management of resources in a democratic and peaceful state. വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സമാധാനം നിറഞ്ഞൊരു സ്റ്റേറ്റിൽ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സ് വേണം. റിസോഴ്സുകളെ സസ്റ്റൈനബിളായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം. ഷീ ആസ്ക്ഡ് ദ യങ് പീപ്പിൾ ടു വർക്ക് ഫോർ നേച്ചർ ആൻഡ് ദ കമ്മ്യൂണിറ്റി. യങ് പീപ്പിളിനോട് ഇത് ചോദിച്ചിട്ടുണ്ട് പലതവണ. യങ് പീപ്പിളിനോട് എന്താണ് വങ്കാരിമാതെ ആസ്ക് ചെയ്യുന്നതെന്ന്. ടു വർക്ക് ഫോർ നേച്ചർ ആൻഡ് ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിക്കും നേച്ചറിനും വേണ്ടി വർക്ക് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ആൻഡ് they are the wealth of future. അവർ ഭാവിയുടെ വെൽത്ത് ആയതുകൊണ്ട് അവരോട് ആവശ്യപ്പെടുന്നത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാനാണ്. She asked the world leaders to create a democratic space for the citizens to use their creativity to flourish. വേൾഡ് ലീഡേഴ്സിനോട് എന്താ ആവശ്യപ്പെടുന്നത്? ടു ക്രിയേറ്റ് എ ഡെമോക്രാറ്റിക് സ്പേസ്, ഒരു ജനാധിപത്യ വ്യവസ്ഥ ഉണ്ടാക്കുക. ഫോർ ദ സിറ്റിസൺസ് ടു യൂസ് ദെയർ ക്രിയേറ്റിവിറ്റി, ഓരോ വ്യക്തിക്കും അവരുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ജനാധിപത്യ വ്യവസ്ഥ സൃഷ്ടിക്കുക. ആൻഡ് ടു ഫ്ലറിഷ്, ഓരോരുത്തർക്കും വളരാനുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കുക. സോ ദെയർ ഷുഡ് ബി സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ഇൻ എ ഡെമോക്രാറ്റിക് ആൻഡ് പീസ്ഫുൾ സ്റ്റേറ്റ്. Wangari Maathai asked the young people to work for nature and the community since they are the wealth of future. Wangari Maathai says that the young people are the wealth of future. And she asked the world leaders ആവശ്യപ്പെടുന്നു to create a democratic space for the citizens. സിറ്റിസൺസിന് വേണ്ടി ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. ടു യൂസ് ദെയർ ക്രിയേറ്റിവിറ്റി ആൻഡ് ടു ഫ്ലറിഷ്, അവരുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഫ്ലറിഷ് ചെയ്യുവാനായിട്ടുള്ളൊരവസരം ഉണ്ടാക്കുക.
വങ്കാരിമാതെ റിമൈൻസസ്, വങ്കാരിമാതെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ദ നീഡ് ടു സ്റ്റോപ്പ് ഡിസ്ട്രോയിങ് ദ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. നമ്മുടെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റമായ നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി വങ്കാരിമാതെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദ റിയൽ ചലഞ്ച് ഈസ് ടു റെസ്റ്റോർ ദ ഹോം ഓഫ് ദി ടാഡ്പോൾസ്. വാൽമാക്രികളുടെ ഹോം, അതിൻ്റെ വാസസ്ഥലം റിസ്റ്റോർ ചെയ്യുക, വീണ്ടും തിരികെ കൊണ്ടുവരിക എന്നാണ് യഥാർത്ഥ ചലഞ്ച്. ആൻഡ് ടു ഗിവ് ബാക്ക് ടു ദ ചിൽഡ്രൻ വേൾഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് വണ്ടർ. കുട്ടികൾക്ക് മനോഹാരിത നിറഞ്ഞ, അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ലോകം തിരികെ കൊടുക്കുക എന്നതാണ് ചലഞ്ച്. സോ വങ്കാരിമാതെ റിമൈൻഡ്സ് us of the need to stop life supporting system. The real challenge is to restore the home of the tadpoles and to give back to the children a world of beauty and wonder. So this is all.